തിര ഒഴിഞ്ഞിട്ട് തോണി ഇറക്കാൻ നോക്കിയാൽ പറ്റൂടാ. നീ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട മോനെ. ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. എൻ്റെ പൊന്നച്ഛ, അച്ഛനെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ എൻ്റെ പുതിയ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഈ ക്വാർട്ടറിൽ കഴിയും മുമ്പ് അത് തീർക്കണം. അത് കഴിഞ്ഞാലേ നേരെ ചൊവ്വയൊന്ന് ശ്വാസം വിടാൻ പറ്റൂ. എടാ മോനെ, അതാ ഞാൻ പറഞ്ഞത്. നീ ഒരു 1 ഡേ ലീവ് എടുത്ത് വന്ന് പെണ്ണിനെ കണ്ടേച്ച് പോകും. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. പിന്നെ നീ ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. 1 ഡേ ലീവ് എന്നല്ല, 1 അവർ കൂടി ഇവിടുന്ന് മാറി നിന്നാൽ ടോട്ടലി കൊളാപ്സ് ആവും. എന്തായാലും ഈ മാസം കഴിയാതെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അച്ഛാ. എടാ, നിന്റെ കാര്യം പറഞ്ഞ അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഞാൻ കാലത്ത് അമ്മയെ വിളിച്ചായിരുന്നു. അച്ഛൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുക. എടാ മോനെ, കറണ്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി അച്ഛാ. വയനാട്ടിൽ മാവോയിസ്റ്റ് ആക്രമണം തുടർക്കഥയാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ നടന്ന കൊലപാതകങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. 2 ദിവസം മുമ്പ് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ SI ബാബുരാജിന്റെ മർഡറിന് പിന്നിലെന്നും വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിലേ അറിയാൻ കഴിയൂ എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകം എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ.
ഇൻക്വസ്റ്റ് ഓൾമോസ്റ്റ് തീരാറായി. ഹലോ സാർ. ഫോറൻസിക് ഇൻക്വസ്റ്റ് നടക്കുകയാണ് സാർ. ഇല്ല സാർ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സാർ. വിളിക്കാം സാർ. ശരി സാർ. SP എവിഡൻസ് വല്ലതും കിട്ടിയോന്ന്? കൊല്ലുന്നവനിവിടെ എവിഡൻസ് എടുത്ത് ഡ്രോയ്ക്കകത്ത് വെച്ചിട്ടല്ലേ പോകുന്നത്? അദ്ദേഹത്തിന് മുകളിൽ നല്ല പ്രഷറാണ് സാർ. 2 ദിവസത്തിനകത്ത് 2 കൊലപാതകങ്ങൾ. അതും CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകവും എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ. SI ബാബുരാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, 48 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, 2 ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സ്, ഒരാൾ ഫോറസ്റ്റ് ഓഫീസർ, ഇപ്പോൾ സ്ഥലം SI. ഇതുവരെ താങ്കൾ നയിക്കുന്ന അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവും ശേഖരിക്കാൻ കഴിയാത്തത് ഒരു ഗുരുതര വീഴ്ചയെ ഞങ്ങൾ ആരോപിച്ചാൽ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. വേറൊന്നും പറയാം. ഒരു ചോദ്യം കൂടെ. സാർ, ഇത് മാവോയിസ്റ്റ് ആക്രമണമായിട്ട് കാണാൻ പറ്റുമോ, അതോ പല കൊട്ടേഷൻ സംഘത്തിന്റെ ചെയ്തികൾ എങ്ങനെയോ? ഇല്ല, അതൊന്നും വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. അന്വേഷണത്തിന് ശേഷം പറയാൻ പറ്റും. 2 കൊലപാതകങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുമ്പോൾ കുറ്റകൃത്യം നടത്തിയവർ ഈ വനാതിർത്തി കടന്നു പോയിട്ടില്ലെന്ന് വേണം അനുമാനിക്കാൻ. വരും നാളുകൾ ഭീതിജനകമാണോ? കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ? കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ദിലീപിനൊപ്പം വയനാട്ടിൽ നിന്നും ഡിബിൻ ജോഷി, മലബാർ ന്യൂസ്. ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇല്ല സർ. ഒരാളെ പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. സർ, പുലർച്ചെ 2 മണിക്കുള്ള ആക്രമണമല്ലേ? പാവങ്ങളിടുന്ന് ഉറങ്ങിപ്പോയി കാണും. അത് ശരിയാടോ. പക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മളിതെങ്ങനെ അവതരിപ്പിക്കും? സർ, അത് ഇല്ല, എത്തിയിട്ടില്ല. എൻ്റെ ശശാങ്ക MLA ആണെങ്കിലും താൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇതുവരെ ഇക്കാര്യത്ത് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അത് CI വർക്കിയുടെ കുറ്റമൊന്നുമല്ല. വെൽ പ്ലാൻഡായ അവർ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയല്ലേ, പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സമ്മതിച്ചു. അയാളിപ്പോൾ എന്തൊക്കെ പറയുമെന്ന് ഇനി കണ്ടറിയേണ്ടത്. ശരി ശരി, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രസ് മീറ്റും അതിൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെയും SI ബാബുരാജിന്റെയും കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിഷ്ക്രിയത്വം, ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത, നാടൊട്ടുക്കും അക്രമങ്ങളും കൊലപാതകങ്ങളും, പ്രതിപക്ഷവും മീഡിയക്കാരും കൂടെ ചേർന്ന് വായി തോന്നണം വിളിച്ചു പറയുന്നത് അറിയുന്നുണ്ടല്ലോ അല്ലേ?